ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ പൂജ മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ ദേവസ്വത്തിന്റെ അജണ്ടയെന്ന ബി.ജെ.പി. പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ദേവസ്വം നടത്തുന്നതെന്നും ബി.ജെ.പി. ആരോപിച്ചു. അതേസമയം കേസിൽ കക്ഷി ചേരാനുള്ള ഓദിക്കന്മാരുടെ അപേക്ഷ കോടതി സ്വീകരിച്ചു. ഭക്തരുടെ ആവശ്യപ്രകാരമല്ല, മറിച്ച് ദേവസ്വത്തിന്റെ അജണ്ടയാണ് ഏകാദശി ദിനത്തിൽ നൂറ്റാണ്ടുകളായി നടത്തിവന്നിരുന്ന ഉദയാസ്തമന പൂജ മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ബി.ജെ.പി. പറയുന്നു. ദേവസ്വത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. ഈ വിഷയത്തിൽ ഭക്തരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ബി.ജെ.പി. വ്യക്തമാക്കി. ഇത്തരത്തിൽ ഗുരുവായൂർ ദേവസ്വം എടുക്കുന്ന ഈ നിലപാട് അത് തികച്ചും ഒരു അജണ്ട അവർ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആ അജണ്ടയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഭക്തജന പ്രക്ഷോഭമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ അതിൽ രാഷ്ട്രീയത്തിനപ്പുറം ഭഗവാനെ സ്നേഹിക്കുന്ന ഭഗവാന്റെ വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ഗുരുവായൂരിൽ ദേവസ്വത്തിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം. കാരണം കാലങ്ങളായിട്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ ഗുരുവായൂരിലെ ഏകാദശി ദിവസം നമ്മൾ വിശ്വസിച്ചു വരുന്ന ശങ്കരാചാര്യർ, അദ്ദേഹം ജഗദ്ഗുരു ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ആ ഒരു പൂജാക്രമത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിരിക്കും. ഭക്തരുടെ ആ പ്രക്ഷോഭത്തിൻ്റെ ഒപ്പം ഗുരുവായൂരിലെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് നിലകൊള്ളുക തന്നെ ചെയ്യും. അതിന് ഏതറ്റം വരെ പോകാനും പാർട്ടി തയ്യാറാണ്. അതേസമയം കേസിൽ കക്ഷി ചേരാൻ ഓദിക്കന്മാരുടെ അപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. കേസിൽ ഇന്നും വാദം തുടരും. ഡിസംബർ 11-നാണ് ഗുരുവായൂർ ഏകാദശി. ജനം, തൃശൂർ.